ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച, അതായത് ഡിസംബർ 15 മുതൽ ആരംഭിക്കുന്ന ഈ ആഴ്ചത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ് ഈ വീഡിയോ വരുന്നത്. ഇന്ന് ഡിസംബർ 14 കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നിഫ്റ്റിയിലും മാർക്കറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു റീബൗണ്ടിന് ശേഷമാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം RBIയുടെ റേറ്റ് കട്ടിന് ശേഷം വലിയ രീതിയിലുള്ളൊരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിരുന്നില്ല. പക്ഷേ ബുധനാഴ്ച രാത്രിയോട് വന്ന ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഇന്ത്യൻ മാർക്കറ്റിനെയും ഒരു പോസിറ്റീവ് ട്രിഗറിലേക്ക് കൊണ്ടുവന്നു. വെള്ളിയാഴ്ച ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ബേസിൽ ഇപ്പോഴും 0.53% ഡൗൺ സൈഡോട് കൂടി തന്നെയാണ് നിഫ്റ്റി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. 26,046 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാലും 0.52% ഡിഡക്ഷനോട് മൈനസോട് കൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.51% കറക്ഷൻ ഉണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ ഏകദേശം 0.61, അതായത് 1% താഴെ കറക്ഷനോട് കൂടിയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ആഴ്ച മെറ്റലും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലാണ് നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടത്. ഏറ്റവും നല്ലൊരു സെക്ടറായിട്ട് നമുക്ക് ഈ ആഴ്ച വിലയിരുത്താൻ പറ്റുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് തന്നെയാണ്. ഏകദേശം നിഫ്റ്റി മെറ്റലിലും ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ തന്നെ മെറ്റൽ ഇൻഡെക്സിൽ മാത്രം 1.90%, അപ്സൈഡാണ് നമ്മൾ ഈ ആഴ്ച കണ്ടത്. അതേസമയം ഓയിൽ ആൻഡ് ഗ്യാസിലും 0.18% ഗെയിനോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി FMCG ആണ് ഒരു വേഴ്സ് പെർഫോമിംഗ് സെക്ടറായിട്ട് നമുക്ക് ഈ ആഴ്ച വിലയിരുത്താൻ പറ്റുന്നത്. ഏകദേശം 1.29% നഷ്ടമാണ് FMCG നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത്. ഹിൻഡാൽകോ, മാരുതി, അദാനി പോർട്ട്, ആക്സിസ് ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിലാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ONGC പോലുള്ള ഓഹരികളിലാണ് ഈ ആഴ്ച പ്രധാനമായിട്ടും വീക്ക്നെസ് ഉള്ളത്. 2-3 കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്കൊരു ട്രെൻഡ് ക്ലിയർ ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തെങ്കിലും നിഫ്റ്റിയുടെ അപ് ട്രെൻഡ് ലിമിറ്റഡ് ആണെന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റുപ്പി വീക്കണാണ്. ഏകദേശം 90 രൂപ, 90 രൂപ 50 പൈസയുടെ അടുത്തേക്ക് റുപ്പി ഡോളർ ഇക്വേഷൻ വീണ്ടും തെറ്റുകയാണ്. അതിന് പുറമെ FIIസിൻ്റെ ഔട്ട്ഫ്ലോ ഡീറ്റെയിൽസ് വളരെ എത്രമാത്രം പോസിറ്റിവിറ്റി വന്നാലും FIIs കണ്ടിന്യൂസ് ആയിട്ടൊരു സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ പോവുകയാണ്. അതൊരു നെഗറ്റീവായിട്ട് ഇപ്പോഴും ഷോർട്ട് ടേമിലെങ്കിലും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു. അതിന് പുറമെ അമേരിക്കൻ മാർക്കറ്റുകളിൽ നിന്നുള്ള അൺസർട്ടനിറ്റി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യയിൽ നിന്നുള്ള റൈസ് എക്സ്പോർട്സിനൊക്കെ തന്നെ വരും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡീല് വരും എന്നുള്ള രീതി വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലെ കഴിഞ്ഞ ആഴ്ചയും ഒരു പരിധി വരെ ഇന്ത്യ US ട്രേഡ് ഡീൽ സംഭവിക്കും, ഇപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാകും, ഡിസംബറോട് അവസാനത്തോടു കൂടി ഡീലിലേക്ക് വരും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഡീൽ വന്നില്ല. അതിന് മാത്രമല്ല, ഇപ്പോൾ പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ചില കമൻസുകൾ സൂചിപ്പിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടു കൂടി മാത്രമേ അത് വ്യക്തമായിട്ടുള്ളൊരു അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇനിയും ഒരു 3 മാസത്തേക്കെങ്കിലും മാർക്കറ്റ് കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ഇത് മാർക്കറ്റിന് ഇപ്പോഴത്തെ സെന്റിമെന്റ്സിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു കണ്ടീഷനായിട്ട് നിൽക്കുന്നു. അതിന് പുറമെ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടില്ല. അൺസർട്ടനിറ്റി ഇപ്പോഴും തുടരുന്നുണ്ട്. GCC രാജ്യങ്ങളിൽ നിന്നായാലും യൂറോപ്പ്, UK ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് കണ്ടീഷൻസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും പൊളിറ്റിക്കൽ സിനാരിയോയും വരുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്ലോബൽ സെന്റിമെന്റ്സ് ഇപ്പോഴും വീക്കായിട്ട് തന്നെ തുടരുന്നു. അതോടെ തന്നെ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു അപ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അപ് ട്രെൻഡാണ് കാണുന്നത്. കാരണം ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഡിസംബർ ഫ്യൂച്ചർ ഏകദേശം ഒരു 0.71% നഷ്ടത്തോടു കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അടുത്ത സീരീസിലേക്ക് 12.76% വർധനവുണ്ടായിട്ടുണ്ട്. അടുത്ത നിയർ ഫ്യൂച്ചർ എക്സ്പയറി ട്രേഡിംഗ് ചെയ്തിരുന്ന പ്രീമിയം ഏകദേശം 98 പോയിന്റ് പ്രീമിയത്തിലാണുള്ളത്. വീക്ക്ലി എക്സ്പയറിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ ഏകദേശം 1.14 അതായത് 26,000 സ്ട്രൈക്കിലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. ഫോർ ദ നെക്സ്റ്റ് സീരീസ് നോക്കിക്കഴിഞ്ഞാലും PCR 0.95 അപ്പോൾ ഒരു സോൺ 26,100, 26,200 എന്ന് പറയുന്ന സോണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വന്നേക്കാം. അത് കടക്കുകയാണെങ്കിൽ അതേസമയം നമുക്ക് 25,700, 750 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ മതി. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 26,200 ആദ്യത്തെ റെസിസ്റ്റൻസും 26,350 റേഞ്ചിലേക്കാണ് നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ പോകുന്നത്.
അതേസമയം ഡൗൺ സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണ് 25,700-750 റേഞ്ച് ആയിരിക്കും നിഫ്റ്റിക്ക് തുടരാൻ സാധ്യത. അതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയും ഒരു 0.65% നഷ്ടത്തോടു കൂടിയാണ് വീക്ക്ലി ബേസിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇൻഡെക്സിൻ്റെ ഒരു റീജിയനിലായിരുന്നു, ഒരു പ്രത്യേക റീജിയനിൽ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം ട്രേഡ് വന്നത് ഒരാഴ്ച. മാത്രമല്ല ഒരു 14 ദിവസത്തെ ഡെയിലി ADX നോക്കിക്കഴിഞ്ഞാലും 25.20 നിന്നും 20.98 കുറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചൊരു ട്രെൻഡ് വീക്കൺ ആവുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോഴും 59,389 ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 58,700 അതുപോലെ തന്നെ 58,300 ഈ രണ്ട് സപ്പോർട്ട് സോണുകളാണ് നമുക്ക് കിട്ടാൻ സാധ്യത. അതേസമയം അപ്സൈഡ് 60,300 വരെയുള്ള ഒരു ഓപ്പൺ സൈഡാണുള്ളത്. അതേസമയം അതിനു മുന്നേ 59,900 എന്ന് പറയുന്നത് നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അധികം ക്ലോസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യാറില്ല. ജസ്റ്റ് ഇതൊരു നമുക്ക് ആദ്യം ഒരു നിഗമനം എന്ന രീതിയിലാണ് പറഞ്ഞത്. സോ ബാങ്ക് നിഫ്റ്റി 26,200, 26,350 വളരെ സ്ട്രോങ്. കാരണം അത് ഡെറിവേറ്റീവ് ഡാറ്റയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേസമയം 25,700-750 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പോഴും നിഫ്റ്റിയുണ്ട്. അപ്സൈഡ് ലിമിറ്റഡ് ആണ്. അതേസമയം ഈ ആഴ്ച വരാനുള്ള ഡാറ്റകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമുക്ക് തിങ്കളാഴ്ച മുതൽ വരാനുള്ള ഡാറ്റകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിങ്കളാഴ്ച ഇന്ത്യയുടെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരുന്നുണ്ട്. നവംബർ മാസത്തെ ഡാറ്റയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് മാനുഫാക്ചറിങ് ഡാറ്റയും വരുന്നുണ്ട്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട് നവംബർ മാസത്തത്. കാരണം ഇതൊക്കെ തന്നെ RBIയുടെ വരുന്ന മീറ്റിങ്ങുകളുടെ റേറ്റ് കട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഡാറ്റകളാണ്. അതേസമയം ഈ ആഴ്ചയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ നവംബർ മാസത്തെ പറഞ്ഞു. ഇപ്പോഴും RBIയുടെ ടാർഗറ്റ് റേറ്റിനുള്ളിലാണെങ്കിൽ 2% എന്ന് പറയുന്ന RBIയുടെ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ RBI സ്വാഭാവികമായിട്ടും അടുത്തൊരു മീറ്റിങ്ങോട് കൂടി റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ നമുക്ക് വർദ്ധിപ്പിച്ചേക്കാം. അതുപോലെ ചൊവ്വാഴ്ച നമുക്കൊരു IPO ഈ ആഴ്ച ഓപ്പൺ ആവുന്നുണ്ട്. KSH ഇന്റർനാഷണൽ IPO എന്നാണ് വരുന്നത്. അതിന് പുറമെ യൂറോസോണിൽ നിന്നുള്ള മാനുഫാക്ചറിങ് PMI, UK-യിൽ നിന്നുള്ള മാനുഫാക്ചറിങ് PMI, US-ൽ നിന്നുള്ള മാനുഫാക്ചറിങ് PMI, US അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കട്ട് വരുന്നുണ്ട്. ബുധനാഴ്ചയാണ് UK-യുടെ ഇൻഫ്ലേഷൻ വരുന്നത്, യൂറോസോണിൽ നിന്നുള്ള അവരുടെ ഇൻഫ്ലേഷൻ ഡാറ്റ. വ്യാഴാഴ്ച UK-യുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനാണ് വരുന്നത്, യൂറോ ഏരിയയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ. US-ൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് അന്ന് വരുന്നുണ്ട്, നവംബർ മാസത്താണ് വരുന്നത്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും US-ൽ നിന്ന് വരുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ ഡാറ്റയും വരുന്നുണ്ട്. സോ ഈ ആഴ്ച ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രധാനമാണ്. നാളെ അനൗൺസ് ചെയ്യുന്ന നവംബർ മാസത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന RBI റേറ്റ് കട്ട് അല്ലെങ്കിൽ RBI മീറ്റിങ്ങിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകളെ വിലയിരുത്താൻ പറ്റുന്ന ഒരു ഡാറ്റയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ട്രിഗറാണ്. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ മറ്റു അനാലിസിസിലേക്ക് പോകാം. സ്റ്റോക്ക് സ്പെസിഫിക്കും ന്യൂസ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ബേസിലാണ് നമ്മൾ ഈ സർവീസുകൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ വീഡിയോ കേൾക്കുന്നവർക്കറിയാം, നമ്മുടെ ഒരു എവർഗ്രീൻ ഫേവറേറ്റ് ആണ്. നമ്മുടെ ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിൽവർ, കോപ്പർ കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല ബെറ്റർ ഗെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് തന്നെ മെറ്റലാണ്. അപ്പോൾ കോപ്പറിനെ സംബന്ധിച്ചിട്ട് കോപ്പർ പ്രൈസ് വേൾഡ് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഡിമാൻഡ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ഇല്ലാത്തതും കോപ്പറിനെ സംബന്ധിച്ചില്ലെങ്കിൽ പ്രൊഡക്ഷൻ ഷോർട്ടേജ് വരുമെന്നുള്ള ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലത്തിലാണ് കോപ്പറിൻ്റെ മൈനിങ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടെത്തിയിരുന്നത്. അതായത് 2026 ചൈനയുടെ ഫോക്കസ് വീണ്ടും മെറ്റൽ സെക്ടർ, അതായത് കോപ്പർ അടക്കമുള്ള സെക്ടറിലേക്ക് ഗവൺമെൻറ് പോളിസി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുഎസിനെ നോക്കിക്കഴിഞ്ഞാൽ യുഎസും കോപ്പർ സ്റ്റോക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സപ്ലൈ ഷോർട്ടേജ് ഏകദേശം 0.45 മില്യൺ ടൺസിന്റെ ഷോർട്ടേജ് ആണ് 2026 ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. പവർ ഗ്രിഡ് അതുതന്നെ അവരുടെ ഡാറ്റാ സെന്റർ പ്രൊജക്ട്സുകളൊക്കെ തന്നെ ചൈനയിൽ കൂടുതലായിട്ടും വരാൻ പോവുകയാണ്. അപ്പോൾ കോപ്പറിന്റെ ഡിമാൻഡ് വളരെ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
കോപ്പർ ഹിന്ദുസ്ഥാൻ കോപ്പർ ഒരു 400-410 രൂപയൊക്കെ ലോങ് ടേമിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു മീഡിയം ടേം ഔട്ട്ലുക്ക് നമുക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് നോക്കിക്കഴിഞ്ഞാലും ഹിന്ദുസ്ഥാൻ സിങ്ക് ഏകദേശം വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള മുന്നേറ്റത്തോടു കൂടിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഹൈ ആണ് ഡിസംബറിൽ വന്നിരിക്കുന്നത്. സോ മെറ്റൽ സെക്ടറിലുള്ള ഒരു ലീഡിങ് സ്റ്റോക്ക് തന്നെയാണ് ഗെയിനർ ആയിട്ടുള്ളത്. വേദാന്ത ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ വരുന്നത്. 52 വീക്സ് ഹൈയിൽ 566 രൂപക്ക് മുകളിലേക്ക് വരികയുണ്ടായി. ഏകദേശം 16% ഗെയിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 സെഷൻ കൊണ്ട് കമ്പനി നേടിയിരിക്കുന്നത്. സിൽവർ പ്രൈസിന്റെ അപ്സൈഡ് തന്നെയാണ് ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിൽവർ പ്രൊഡ്യൂസറാണ്. 99.9% റിഫൈൻഡ് സിൽവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത്. മെറ്റൽ സ്റ്റോക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ചൈനയും US ഡിമാൻഡ് ഒക്കെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ഹിന്ദുസ്ഥാൻ സിങ്കിലും കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയുള്ള ബൈ ഉചിതമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ JK ലക്ഷ്മി സിമെന്റ് ആണ് കമ്പനി. വളരെ അവരുടെ കോൺകോളിൽ കഴിഞ്ഞൊരു 6 മാസത്തെ പെർഫോമൻസ് ചെയ്തും വളരെ കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. സിമെന്റ് പ്രൈസിൽ ആയിരിക്കുന്ന ഫോൾ, അതുപോലെ തന്നെ ഒക്ടോബറിൽ അവരുടെ അടുത്ത Q3 റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരിക്കുന്നുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ഹൈക്ക് ഉണ്ടാകും അടുത്തൊരു ക്വാർട്ടറോട് കൂടി. അടുത്തൊരു Q4 ഫ്യൂവൽ പ്രൈസസിന് ഇൻക്രീസ് റിക്കവർ ആയി വരുന്നു. അതുപോലെ തന്നെ സിമെന്റ് പ്രൈസസിൽ പ്രൈസ് റൈസ് ഉണ്ടാകും. കെപെക്സ് കൂടി കൊണ്ടുവന്നിട്ട് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കൃത്യമായിട്ട് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഷൻ പ്രോഗ്രാമുകളെ വിലയിരുത്തിയിരിക്കുന്നത്. JK ലക്ഷ്മി എനിക്ക് തോന്നുന്നു 1100 പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സിമെന്റ് സെക്ടറിൽ നമുക്ക് ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറയാൻ അംബുജ സിമെന്റ്, അംബുജ, അതുപോലെ തന്നെ ACC പോലുള്ള സ്റ്റോക്കുകളിലാണ് നമുക്ക് കൂടുതലായിട്ടും കവറേജ് ഉള്ളത്. പക്ഷേ JK ലക്ഷ്മി സിമെന്റിന്റെ ഒരു കോൾ അപ്ഡേറ്റ് പ്രകാരമാണ് ആ ഒരു മാനേജ്മെന്റിന്റെ കോൺഫിഡൻസ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ ലോങ് ടേമിൽ വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു സുസ്ലോൺ എനർജി എന്ന് പറയുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും പല ആൾക്കാർക്കും, പല സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ മെമ്പേഴ്സിനും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ സുസ്ലോണിൽ ഒരു Q1 ഫസ്റ്റ് 6 മന്ത്സിന്റെ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അതായത് റിന്യൂവബിൾസ് കപ്പാസിറ്റി അഡീഷനെ സംബന്ധിച്ചിട്ടും അവരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി ഓപ്പറേറ്റർ കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസും ഒക്കെ നടത്തുന്ന വിൻഡ് എനർജി സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനി തന്നെയാണ് ഇപ്പോഴും സുസ്ലോൺ. അതിന്റെ ന്യൂസ് അതുപോലെ തന്നെ അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. സോ മീഡിയം ടേം വിസിബിലിറ്റി നമുക്ക് സ്ട്രോങ് പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ഇപ്പോഴത്തെ പുതിയ വിൻഡ് ബിൽസിന്റെ ഒരു അപ്ഡേറ്റ്സിന്റെ ഒരു ബെനിഫിഷ്യറി സുസ്ലോൺ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോഴും പറയുന്നത്. നമുക്കൊരു ലോങ് ടേം ടാർഗറ്റ് ഇപ്പോഴും സുസ്ലോണിൽ 70 to 75 തന്നെയാണ്. സ്റ്റോക്ക് ഏകദേശം 50-51 രൂപക്ക് അടുത്ത് വന്നിട്ടുണ്ട്. സോ സുസ്ലോണിന്റെ നമുക്കൊരു ബൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1 to 2 ഇയേഴ്സ് പ്രോസ്പെക്ട്സിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിലെ വലിയൊരു ഭാഗം കൊണ്ടുപോയിട്ട് സുസ്ലോൺ പോലുള്ള സ്റ്റോക്കുകൾ എടുക്കും. കാരണം ഒരു സ്റ്റോക്കിലെ ഒരു വൊളറ്റാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകും. കാരണം ഒരിക്കൽ അത് 70-75 രൂപ വരെ പോയിട്ട് തിരിച്ചു വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തു, പിന്നെ രണ്ടാമത് റീ എൻട്രി ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1-2 വർഷത്തേക്കുള്ള ഒരു ഫണ്ട് എന്ന രീതിയിൽ പോർട്ട്ഫോളിയോയുടെ ഒരു 4 to 5% എന്ന രീതിയിൽ മാത്രം ഹോൾഡ് ചെയ്യുക. ഞാൻ പെർസെൻറ്റേജ് പറയാൻ എനിക്ക് ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ നമുക്ക് റിസർച്ച് ഐഡിയാസ് പങ്കുവെക്കുക എന്ന് മാത്രമാണ് നമുക്കുള്ള ഒരു മാർഗനിർദ്ദേശം തരാമെന്നുള്ളത് മാത്രമാണ് റിസർച്ച് അനലിസ്റ്റുകളുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടത്താനുള്ള പെർമിഷൻ നമുക്ക് സെബി തന്നിട്ടില്ല. അതുകൊണ്ട് പോർട്ട്ഫോളിയോ അലോക്കേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ഭാഗം മാത്രം പോർട്ട്ഫോളിയോയുടെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാർജ് സ്കെയിലിലേക്ക് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത സമയത്ത് ഉള്ളത് സിമെൻസ് എനർജിയാണ്. സിമെൻസ് എനർജിയുടെ അനലിസ്റ്റ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ, അതായത് വരുന്ന വർഷങ്ങളിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പവർ ട്രാൻസ്മിഷൻ ബിസിനസ്സിൽ വളരെ കമ്പനി ഒപ്റ്റിമിസ്റ്റിക് ആണ്. അതിൽ 10 മുതൽ 15% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് കമ്പനി ഡെവലപ്പ് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പവർ ട്രാൻസ്മിഷൻ സെഗ്മെന്റിൽ മാർജിൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അറിയുന്നു. അതുപോലെ തന്നെ പവർ പ്രൈസിങ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെനിഫിറ്റ് ഇതൊക്കെ തന്നെ കമ്പനിക്ക് ഉണ്ടാവുമെന്നാണ് കമ്പനി പറയുന്നത്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വളരെ കൃത്യമായിട്ട് കമ്പനി നടത്തുന്നുണ്ട്. പുതിയ കപ്പാസിറ്റി അഡീഷൻ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് 2027 കൂടി ഓപ്പറേഷണൽ ആവുമെന്നാണ് പറയുന്നത്. സോ സിമെൻസ് എനർജി എനിക്ക് തോന്നുന്നു നമുക്ക് ഡിപ്സിൽ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ടാണ്. അതുപോലെ ഇൻഡിഗോ ഏവിയേഷൻ, അതുപോലെ തന്നെ കെയ്ൻസ് ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിലായിരുന്നില്ല.
ഓപ്ഷൻ സെഗ്മെന്റിൽ നമ്മൾ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതേസമയം കെയ്നസ് ടെക്നോളജി പോലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് അപ്ഡേറ്റ്സുമായി, ഇലക്ട്രോണിക് സെഗ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കിന് അതിൻ്റെ ഫണ്ടമെന്റൽസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പൊസിഷൻസ് മാത്രം വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് കയ്യിൽ വെക്കുക. ഇൻഡിഗോ എന്ന് പറയുന്നതും ഏകദേശം 60% ഇന്ത്യയുടെ ഏവിയേഷൻ സെഗ്മെന്റിൽ റവന്യൂസ് ഉള്ള ഒരു കമ്പനിയാണ്. സോ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഒരു ഷോർട്ട് ടേമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമുക്കൊരു ലോങ് ടേം ഗ്രോത്ത് ഔട്ട്ലുക്ക് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഇൻഡിഗോ പോലുള്ളൊരു കമ്പനിയൊന്നും പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു കമ്പനി ഒരു ദിവസം കൊണ്ടുണ്ടായി വരികയൊന്നുമില്ല. അതേസമയം കെയ്നസ് ടെക്നോളജി പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് മുൻനിർത്തിക്കൊണ്ട് വളർന്നു വരുന്നൊരു കമ്പനികളാണ്. സോ ഈ രണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്കോട് കൂടി വാങ്ങുക എന്ന് മാത്രമാണ്, അതും ഇടിവില്ല. അതുപോലെ ഈ പറയുന്ന കമ്പനികളൊക്കെ തന്നെ ചെറിയ ഷോർട്ട് ടേം ടു മീഡിയം ടേം എന്ന് പറയുന്ന പ്രോസ്പെക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. Q3 റിസൾട്ടുകൾ വരാൻ ഇനിയിപ്പോൾ ഡിസംബറോട് കൂടി കഴിയും. അതുകൂടി വിലയിരുത്തിയിട്ടാവണം. കാരണം GST കട്ടിൻ്റെയും ഈ പറയുന്ന ഇൻകം ടാക്സ് സ്ലാബ് റിഡക്ഷൻ്റെയും ഒക്കെ തന്നെ ഒരു ഇഫക്റ്റ് ഇനി മുതൽ അങ്ങോട്ടായിരിക്കാം, അല്ലെങ്കിൽ 1-2 ക്വാർട്ടറോട് കൂടി ആയിരിക്കാം ഇതിൻ്റെ ഒരു ഇഫക്റ്റ് മാർക്കറ്റിൽ കണ്ടു തുടങ്ങുക. പക്ഷേ ഒരു കൺസേൺ ആയിട്ടുള്ളത് നമ്മുടെ റുപ്പി ഇക്വേഷൻ, അത് വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഒരു തരത്തിൽ നമുക്ക് ഒരു അപ്രിസിയേഷൻ അനുവദിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിൽ RBI എത്രമാത്രം മുൻകൈ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ RBIയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻ വരുന്നുണ്ടോ എന്നൊക്കെയാണ് കാണേണ്ടത്. ഈ ആഴ്ചയും വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് അഭിപ്രായം. പിന്നെ ഒരുപാട് നമുക്ക് മീഡിയം ടേം ഔട്ട്ലുക്ക് സ്റ്റോക്കുകളൊക്കെ തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നില്ല. മാക്സിമം അപ്ഡേറ്റ്സുകൾ തരാൻ നോക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി നിങ്ങളുമായിട്ട് നിങ്ങളെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്, സ്റ്റേ ഇൻവെസ്റ്റഡ്. താങ്ക് യു.